ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി നെക്ലസ് ഉണ്ടാക്കിയെടുത്താലോ. ഇത് നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സിന്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു OHP ഷീറ്റാണ്. OHP ഷീറ്റിൽ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തതുകൊണ്ട് അധികം കാണുന്നില്ല കേട്ടോ. ഇനി ഈ ഒരു നെക്ലസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് 6mm സ്ക്വയർ ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ ആണ്. പിന്നെ 3mm റൗണ്ട് വൈറ്റ് കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ഗ്രീൻ കളർ ഐ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. നെക്ക് നമ്മൾ വരച്ചതിനനുസരിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റോൺസ് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നത് സ്ക്വയർ ഷേപ്പിലെ കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. സ്റ്റോൺസ് നമ്മൾ ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് അത് ഇരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ വരും. അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഫസ്റ്റ് ലെയർ സ്ക്വയർ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഗ്രീൻ കളർ ഐ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ താഴെ ഞാൻ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്റ്റോണുകളായി എടുത്തെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺസ് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ പെന്നാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ലെയർ എന്തേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഐ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺ ഇല്ലേ, അതിൻ്റെ നടുക്കായിട്ട് ഗ്യാപ്പ് വരുന്നില്ലേ, ആ ഓരോ ഗ്യാപ്പിലും നമുക്ക് റൗണ്ട് ഷേപ്ഡ് കുന്തൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ വെച്ച് നോക്കിയിട്ടോ, എങ്ങനെ വെച്ചാൽ കൊള്ളായിരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് നോക്കിയതാണിത്. അപ്പോൾ ആ കുഴപ്പമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഓരോ ഗ്യാപ്പിലും. ഇനി സ്റ്റോൺസ് ഓരോന്നോരോന്നായി പെറുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ OHP ഷീറ്റും കുറച്ച് സ്റ്റോൺസും ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചൊക്കെ ഓർണമെന്റ്സ് കിട്ടാതെയൊക്കെ വരില്ലേ. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുപോലെ കമ്മലും മാലയും വളയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ. യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും ഒക്കെ കണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് റോ മെറ്റീരിയൽസ് ഒക്കെ ഇതുപോലെ വാങ്ങിക്കേണ്ടി വരും എന്നുള്ളൂ. അപ്പം നമ്മുടെ മാലയുടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ലോറിയാൽസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇങ്ങനെ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് സൈഡിലും ഐ പിൻസ് ഒട്ടിച്ച് നെക്ലസ് ഡോറിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നെക്ലസ് കംപ്ലീറ്റ് ആകും. എൻ്റെ കയ്യിൽ ഈ ഡാർക്ക് ഗ്രീൻ കളർ തന്നെ ലോറിയാൽസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ലോറിയാൽസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈറ്റ് വെച്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റ്സിലെല്ലാം ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ഐ പിൻസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഐ പിൻസ് എല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലും ഡോറി ഇടാനുള്ള ഐ പിൻസും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിച്ചെടുത്തിരിക്കുന്ന ഐ പിൻസ് ഒക്കെ നല്ല സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ബാക്ക് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് ഷീറ്റ് ഞാൻ ലോക്കൽ ഷോപ്സിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ബാക്ക് ഷീറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സൈഡിൽ ഒരു ഇച്ചിരി പോർഷൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു പീസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഷീറ്റ് നമ്മുടെ ഐ പിൻസിനെയൊക്കെ നല്ല സെക്യൂർ ആയിട്ട് വെക്കും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മാലയൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ബാക്ക് ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഏകദേശം ഒരു 24 hours ആണ് കേട്ടോ ഞാൻ ഡ്രൈ ആവാൻ വെക്കാറ്. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ലോറിയാൽസ് ഇട്ട് കൊടുക്കാം. ലോറിയാൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഐ പിൻ്റെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് പ്ലയർ ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് ഓരോ ഐ പിന്നിലും 4 ലോറിയാൽസ് വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. ലോറിയാൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ക്ലോസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാത്തിനും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ എന്നെ സൂപ്പർവൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിതേ സൈഡിൽ കിടപ്പുണ്ട്. ജിഞ്ചറാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഐ പിൻസിലും ഞാൻ ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു മാല ഉണ്ടാക്കാൻ സമയത്ത് എൻ്റെ കയ്യിൽ ഈ ചെറിയ ലോറിയാൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതുകൂടാതെ നിങ്ങൾക്ക് വലിയ ലോറിയാൽസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നെക്ലസ് ഡോറി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരെണ്ണം കടയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അത്യാവശ്യം കാശാവില്ലേ. ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നെക്ലസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നെക്ലസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.